അൽഹംദുലില്ലാ. എല്ലാ ആഴ്ചയിലെയും പോലെ തന്നെ ഈ ആഴ്ചയിലും ധാരാളം കത്തുകൾ, ധാരാളം ചോദ്യങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിച്ചവരൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒന്നാം സമ്മാനത്തിന് അർഹമായ ചോദ്യത്തിന് ആ ചോദ്യകർത്താവിന് സമ്മാനം കൊടുക്കുന്നത് പതിവ് പഠിക്കാം എന്ന് പറഞ്ഞിരുന്ന മനോഹരമായ ദുആ. ഒരാൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സാമ്പത്തികമായി കടം തന്നാൽ ആ കടം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ പറയാനുള്ള ഒരു ചെറിയ ദിക്റ, അയാൾ നമുക്ക് ചെയ്ത വലിയ ഒരു സഹായത്തിന് പകരം അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സമയത്തുള്ള ഒരു ദുആയാണ്. അതങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ദുആ. ആ ദുആ ചിലപ്പോൾ നമുക്ക് തന്ന അയാൾക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാനും ഇനി ജീവിതത്തിൽ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുന്ന ഒരവസ്ഥ വരാതിരിക്കാനുള്ള ഒരു മനോഹരമായ ജീവിത രീതിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അതുകൊണ്ട് ഈ ദുആ നിർബന്ധമായും നിങ്ങൾ പഠിക്കുക. ബാറക്ക ലക ഫി അഹ്ലിക വ മാലിക. അത്രേ ഉള്ളൂ, ചെറിയ ദുആയാണ്. ബാറക്ക ലക ഫി അഹ്ലിക വ മാലിക. അറബാദ്യം നല്ലതുപോലെ എഴുതിയെടുക്കണം. ബാറക്ക ലക ഫി അഹ്ലിക വ മാലിക. ബാറക്ക ലക, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നമുക്ക് പൈസ തന്നിട്ട് ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അവനോട് പറയുകയാണ് ബാറക്ക ലക, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഫി അഹ്ലിക, നിന്റെ കുടുംബത്തിനും, ഫി മാലിക വ മാലിക, നിന്റെ സമ്പത്തിലും. ഫി അഹ്ലിക വ മാലിക, ഫി അഹ്ലിക നിന്റെ കുടുംബത്തിലും, വ മാലിക നിന്റെ സമ്പത്തിലും അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ബാറക്ക ലക ഫി അഹ്ലിക വ മാലിക, നിനക്കും നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നതാണ് ആ ദുആ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാൻ. അതുപോലെ 7 ആയത്തുള്ള മറ്റൊരു സൂറത്തുൽ മാഊനാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഈ 7 ആയത്തുകളാണ് സൂറത്തുൽ മാഊനിൽ ഉള്ളത്. ഇതും ആയത്താണ്. ഫാത്തിഹയും 7 ആയത്താണ്. അടുത്ത വെള്ളിയാഴ്ചയിൽ അൽഹംദുലില്ലാ മനോഹരമായ പഠന ക്ലാസ്സിനും ചോദ്യോത്തര വേളകൾക്കും ശേഷം നിങ്ങൾ പഠിക്കാൻ പോകുന്ന അത്ഭുതകരമായ ഒരു ദുആ. ആരുടെയെങ്കിലും ചതിയെ നിങ്ങൾ ഭയന്നു പോയാൽ ഓതാനുള്ള ഖുർആനിലെ ഒരു ആയത്താണ്. നിങ്ങൾ ചതിയെ ഭയന്നു പോയാൽ, നിങ്ങളുടെ ഭാര്യ ചതിക്കുമെന്ന് തോന്നിയാലും, ഭർത്താവ് ചതിക്കുമെന്ന് തോന്നിയാലും, മക്കൾ ചതിക്കുമെന്ന് തോന്നിയാലും, കുടുംബത്തിനകത്തും പുറത്തുമുള്ള അയൽവാസികളും അതല്ല അകലത്ത് താമസിക്കുന്നവരും ചതിയിൽ നിങ്ങളെ പെടുത്തും എന്നൊരു ഭയം നിങ്ങൾക്ക് വന്നു പോയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതിയിട്ട് അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ ഒരു ചതിയിലും നിങ്ങൾ പെടുകയില്ല. പ്രത്യേകിച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുആ പഠിക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും അതുപോലെ മറ്റ് വലിയ വലിയ കച്ചവടക്കാരും ഒക്കെ ഈ ദുആ പഠിക്കണം. ഒരുപാട് പേരുടെ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയുടെ അൽ ജവാബ് എന്ന പ്രോഗ്രാമിലൂടെ നമുക്കതിന് ആയത്ത് നമുക്ക് പഠിക്കാം, ആയത്തിനെ നമുക്ക് കണ്ടെത്താം, അന്ന് മുതൽ പ്രാവർത്തികമാക്കാം. പക്ഷേ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് ഖുർആനിലൂടെ കണ്ടെത്താൻ പറ്റുന്ന മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകൾ എന്ന അഭിപ്രായം പറയുന്നു. അതിൽ കുറവുള്ള 6600 അല്ലെങ്കിൽ 6200 ചൊല്ലുവാനുമായത്തേ ഉള്ളൂ എന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ആയിക്കോട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എത്രാമത്തെ ആയത്താണ്? 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആയത്തിനെ കുറിച്ചാണ് ആമന റസൂലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കണം ഏതാണ്, അത് തന്നെയാണോ, ഏത് ആയത്താണ്, ഏത് സൂറത്തിലാണ് അതെന്ന് കണ്ടുപിടിക്കും. ഏറ്റവും വലിയ ആയത്ത്, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉള്ളത് ഏറ്റവും ഒടുവിലായിരിക്കും. വലിയ ആയത്താണത്. അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഖുർആനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം പുലർത്തുക. അങ്ങനെ വരുമ്പോൾ പരലോകത്ത് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ മനോഹരമായ ഈ പഠനവേദിയെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അറേബ്യൻ ജ്വല്ലറി എന്ന